ഹായ് വ്യൂവേഴ്സ്. ഇപ്പോൾ ടൈലറിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ ടൂൾസ് ഉണ്ടെങ്കിലാണ് നമുക്കൊന്ന് ടൈലറിങ് പഠിച്ചു തുടങ്ങാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഡൗട്ടായിരിക്കും. അപ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട കുറച്ച് ടൂൾസ് പരിചയപ്പെടാം. അതിൻ്റെ ആദ്യമായിട്ട് നല്ല മൂർച്ചയുള്ളൊരു കത്രിക വേണം ഫാബ്രിക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഫാബ്രിക് കട്ട് ചെയ്യുന്ന കത്രിക വെച്ചിട്ട് നമ്മൾ മറ്റൊരു സാധനങ്ങൾ കട്ട് ചെയ്യാൻ പാടില്ല, മൂർച്ച പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോർമൽ കത്രിക കൂടി നമ്മൾ കയ്യിൽ കരുതുക കേട്ടോ. പിന്നെ അതുപോലെ മെഷറിംഗ് ടേപ്പ് നമുക്ക് വേണം. നമുക്ക് ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ആ എടുത്തത് നമ്മൾ ഫാബ്രിക്കിലേക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഈ മെഷറിംഗ് ടേപ്പ് യൂസ്ഫുൾ ആവും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്കെയിലുകൾ വേണം കേട്ടോ. L² സ്കെയിലുണ്ട്, നോർമൽ സ്കെയിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും മൂന്നും ഉള്ളത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത് രണ്ടും നിങ്ങളൊന്ന് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി വെക്കുക. ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്നതാണ്. പിന്നെ നമുക്ക് ചോക്ക് വേണം. ഈ എടുത്ത മെഷർമെൻറ്റ് നമുക്ക് ഫാബ്രിക്കിലേക്ക് മാർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കട്ടിങ്ങൊക്കെ നടക്കുള്ളൂ. അപ്പോൾ അതിന് ചോക്കിന് പകരമായിട്ട് പെൻസിലുകൾ, പെയിനുകൾ ഒക്കെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഡിഫറെൻറ്റ് കളറിലുള്ള ത്രെഡുകൾ മേടിച്ച് വയ്ക്കുക. നമുക്ക് ആവശ്യമുള്ള ത്രെഡുകൾ കളേഴ്സ് നോക്കിയിട്ട് മേടിച്ചാൽ മതി. പിന്നെ ബോബിൻ കേസ് ഒന്ന് മതി. ബോബിൻസ് നമുക്കൊരു 4-5 ഉള്ളത് വളരെ നന്നായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് വേണ്ടുന്ന ഒരു സാധനമാണ് ഈ ഫ്രഞ്ച് കർവ് സ്കെയില്. ഇത് എന്തിനാണ് യൂസ് ആക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആം ഹോളൊക്കെ വരയ്ക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ചില നെക്കിലൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇത് യൂസ്ഫുൾ ആവും കേട്ടോ. ഈ ഫ്രഞ്ച് കർവ് സ്കെയിൽ ഒരെണ്ണം എന്തായാലും കയ്യിൽ കരുതിക്കോ, നമുക്ക് എന്തായാലും ആവശ്യം വരും. പിന്നെ ഇതുപോലത്തെ പിന്നുകൾ നമ്മൾ മേടിക്കണം. ഇതും ആവശ്യമുള്ളൊരു സാധനമാണ് കേട്ടോ. ഇപ്പോൾ പാറ്റേണിൽ വരച്ചിട്ട് നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് ചെയ്യുമ്പോഴായാലും ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് ചെയ്യാനൊക്കെ, അതുപോലെ ലൈനിങ്ങും ക്ലോത്തുമായിട്ടൊക്കെ പിൻ ചെയ്ത് വെക്കാൻ യൂസ്ഫുൾ ആവും. പിന്നെ അതുപോലെ ഇപ്പം ടൈലറിങ് കുറച്ചുകൂടെ ഈസിയൊക്കെ ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ളൊരു പ്രോഡക്റ്റൊക്കെയാണ് ഈ സീം റിപ്പർ എന്നൊക്കെ പറയുന്നത്. ഇത് നമുക്ക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ സ്റ്റിച്ച് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് സേഫ്റ്റി പിന്നൊന്നും യൂസ് ചെയ്യാതെ ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് റോളറാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ലൈനിങ്ങിൽ മെഷർമെൻറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ മാർക്ക് ചെയ്യുന്ന സാധനം അതേപോലെ മെയിൻ ക്ലോത്തിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് വെച്ച് റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ത്രെഡ് കട്ടറാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ത്രെഡ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ യൂസ് ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് പുറമേ ഇടാം. പിന്നെ ഇത് സൂചിയിൽ നൂല് കോർക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് കേട്ടോ. അപ്പോൾ ഇത്ര പ്രോഡക്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ടൈലറിങ് ചെയ്യാൻ പറ്റും കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സൂചികൾ മേടിച്ച് വയ്ക്കുക. നമുക്കത് ഹെമ്മിങ് ഒക്കെ ചെയ്യുന്നതിനും ഒക്കെ ആവശ്യം വരും. അപ്പോൾ ഈ പ്രോഡക്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ടൈലറിങ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ബുക്കിൽ നോട്ട് ചെയ്തിട്ട് പോയി വാങ്ങുക. അല്ലെങ്കിൽ നമ്മൾ എന്തായാലും 1-2 സാധനങ്ങളൊക്കെ വിട്ടുപോകും. ഇത്ര സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ്. പിന്നെ ഈ ക്യാൻവാസ് ഷീറ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നെക്ക് ഡിസൈൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ക്യാൻവാസ് ഷീറ്റ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അതൊരു ഷീറ്റ് 35 രൂപയ്ക്കേ വരുള്ളൂ കേട്ടോ 1 മീറ്ററിന്. അപ്പോൾ അതൊന്ന് വാങ്ങി വെക്കുക. ഇത് പാറ്റേൺ ഷീറ്റാണ്. ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് ന്യൂസ് പേപ്പറിലൊക്കെ പാറ്റേൺ ചെയ്തിട്ടും ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് അത്യാവശ്യമായിട്ട് വരുന്ന പ്രോഡക്റ്റുകൾ. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.